ഹലോ ഡിയർ ഓൾ, നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഒരു പഴംപൊരി ഉണ്ടാക്കി ട്രൈ ചെയ്യാം അല്ലേ? സാധാരണ നമ്മൾ മൈദയാണ് ഉപയോഗിക്കാറുള്ളത്. അതിന് പകരം ഗോതമ്പ് പൊടി വേർഷൻ നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇതായി വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ടേസ്റ്റ് എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ട് നല്ലൊരു ചെറിയ മധുരം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട വെള്ളം കൂടി ചേർത്തത് നല്ല രീതിയിൽ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അത് ലൂസാക്കി കളയരുത്. അപ്പോൾ നമ്മളിത് ബാറ്റർ മിക്സ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം അതനുസരിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമ്മളിതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിക്നെസ് ഇപ്പം നമ്മൾ ആ സ്പൂൺ വെച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ കണ്ട ആ ഒരു തിക്നെസ് ഇതിന് വേണം. അടുത്തായിട്ട് നമ്മുടെ 2 ഏത്തപ്പഴത്തെ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം അതിനെ തന്നെ ഒരു 3 പീസുകളായിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരുപാട് പഴുത്തൊരു പഴമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കട്ടിയായിട്ട് അതിനെ നടുവേ മുറിക്കാതെ നമ്മൾ നേരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര കഴിക്കാനായിട്ട് ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ അതിനും ബെറ്ററാണ് കുറച്ചും കൂടി ഒന്ന് തിന്നാക്കിയതിന് ശേഷം എടുക്കുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ബാറ്റർ മുക്കിയിരിക്കുന്ന നമ്മുടെ ഓരോ പഴത്തിൻ്റെ പീസും നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മളതിനെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ദെൻ നമ്മളതിനെ പിന്നീട് തീ കൂട്ടാതിരിക്കുക. അപ്പോൾ ആ ഒരു തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതേ രീതിയിൽ അത് കൺസ്റ്റൻ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമ്മുടെ പഴംപൊരി ഒത്തിരി കരിഞ്ഞു പോയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയി വരാത്തൊരു സിറ്റുവേഷനിലേക്ക് വരില്ല. കറക്റ്റായിട്ട് തന്നെ നല്ല പാകത്തിന് നമുക്കത് കിട്ടും. അതുപോലെ നമ്മൾ ബാറ്റർ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ജീരകം അതുപോലെയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും ഒന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുത്തതിന് ശേഷം നമ്മൾ പഴം ഓരോന്നായിട്ട് അതിൽ മുക്കി ബാറ്റർ നന്നായിട്ട് അതിൽ പറ്റിയ ശേഷം മാത്രം നമ്മൾ എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഒത്തിരി ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് പാകമായിട്ടില്ല, നല്ല ചൂടിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ബാറ്റർ ഈ പഴത്ത് നിന്ന് വിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് പഴം മാത്രമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ച് പോലെ വരാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ആ ടേസ്റ്റ് അത്രയും കറക്റ്റ് ആവില്ല, നമുക്ക് ആ പഴംപൊരിയുടേതായിട്ടുള്ളൊരു ഫീൽ അങ്ങനെ കിട്ടുന്നു വരത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ കൃത്യമായ ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ മാവ് എടുത്ത് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്റർ മുക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ചൂടായി ഒരുപാട് തിളപ്പിച്ചിട്ട് നമുക്ക് ഒത്തിരി ചൂട് കൂട്ടിയാണ് നമ്മളിത് പാകമാക്കുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഴംപൊരിയുടെ ആ ടേസ്റ്റ് അങ്ങോട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാതെ നമ്മുടെ വീടുകളിലൊക്കെ പഴമൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് വളരെ ക്വിക്കായിട്ട് നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഗോൾഡൻ കളറിലേക്ക് ഇത് വന്ന ശേഷം നമ്മളതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂഷ്വലി അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസൊക്കെ ടിഷ്യൂ പേപ്പേഴ്സിലേക്ക് കൂടി ഇട്ട് കഴിയുമ്പം നമുക്ക് എണ്ണ വലിച്ചെടുക്കാം, അത് കറക്റ്റാണ്. പക്ഷേ കൂടി അത് ചിലപ്പോൾ തണുത്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് എണ്ണ അതിൽ തന്നെ മാറ്റിയതിന് ശേഷം സ്പൂൺ വെച്ച് നമ്മൾ കോരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോരി എടുത്താൽ ഒത്തിരി എണ്ണ നമുക്ക് വേസ്റ്റ് ആവത്തുമില്ല, ഇതിൽ പറ്റി പിടിച്ചിരിക്കുകയില്ല. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട്